ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. ഞാനൊരു ഉഴിച്ചിലുകാരനാണേ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഉഴിച്ചിലിനെ പറ്റി ഒരു വീഡിയോ എങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, കർക്കിടക മാസം വരികയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒഴിയുക, വർഷത്തിൽ ഒന്ന് ഒഴിയുന്നത് വളരെ ഉത്തമമാണ്. വർഷത്തിലൊന്ന് ഒഴിയുന്നത് കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പറയും, ഇപ്പോൾ എല്ലാവരും എങ്ങനെയാണെന്ന് അറിയാം, ആശുപത്രി പ്രത്യേകിച്ച് ഞങ്ങൾ ആയുർവേദക്കാരുടെ അടുത്തേക്ക് വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 വർഷം വേദന ആൾക്കാർക്ക് സഹിക്കാൻ പറ്റും, ഒന്നും ചെയ്യണ്ടല്ലോ. നോർമലി നമുക്കത് സഹിക്കാൻ പറ്റുന്ന വേദനയായിരിക്കും. പിന്നെ ഒരു 5 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ തടവിയിട്ടോ അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് തടവിയിട്ടോ ഒക്കെ നിൽക്കും. പിന്നെ ഇത് കഴിയുമ്പോൾ ആണ് ഈ ശരിക്കും വേദന നമ്മളെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം കുറേ അലോപ്പതിയിൽ പോയിട്ട് അത് മാറാതെ ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളൂ കേട്ടോ, ആയുർവേദത്തേക്ക് വരാറുള്ളൂ. അപ്പോൾ ഈ വേദന വന്നിട്ട് ചികിത്സിച്ച് മാറ്റൽ എന്ന് പറയുന്നത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. ദൈവസാധിച്ച് നമുക്കതിന് സാധിക്കുന്നുണ്ടെങ്കിലും അങ്ങനൊരു അവസ്ഥയിൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിവെൻഷൻ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം. അതായത് വരുന്നതിന് മുമ്പ് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം അത് ഞാൻ തന്നെ ചെയ്യുന്ന ഒരുപാട് VIPs ഉണ്ട്. അവരൊക്കെ പേര് പറഞ്ഞാൽ ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു. 36-ാമത്തെ വയസ്സിൽ ചെയ്തു തുടങ്ങി കേരളത്തിലൊരു നമ്പർ 1 വ്യവസായ പ്രമുഖനുണ്ട്. ഇപ്പോൾ ആൾക്ക് 56 വയസ്സായി. ആൾ ഇപ്പോഴും സ്റ്റിൽ ആ ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർഷാവർഷം ഒഴിയുക എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈ രക്തയോട്ടം എവിടെ പോയാലും നിങ്ങൾ ആദ്യം കേൾക്കുക എന്താണ് മസാജ് ചെയ്താലുള്ള ഗുണം. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമൊന്നും വേണ്ട, ബ്ലഡ് സർക്കുലേഷൻ നോർമലായിരുന്നാൽ തന്നെ ധാരാളമാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ എന്ത് ചെയ്യുന്നു അതാർക്കും അറിയില്ല. ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ വേണം, പോഷകങ്ങൾ വേണം. അപ്പോൾ ഈ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന രക്തയോട്ടം എന്ന് പറയുന്ന ഒറ്റ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾക്ക് കാൽസ്യം കുറവില്ലാത്തതുകൊണ്ടല്ലേ എല്ലിന് ബലമില്ലാത്ത. എല്ലായിടത്തും ഈ കാൽസ്യം എത്തണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വേണം. അതേപോലെ പിന്നെ ഏജ് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ കണ്ണുകൾക്കൊരു കാഴ്ച കൂടും. അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്. പിന്നെ മെൻ്റൽ സ്ട്രെസ് അകലും. അപ്പോൾ എല്ലാവരും വർഷാവർഷം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തമമായ ഒരു കാര്യമാണ്. ഒരിക്കലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പം ഞാനിപ്പോൾ ഒഴിയണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വർഷാവർഷം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെ അത്രേ, എന്താ പറയുക, ഈ ഗരുഡനെ കണ്ട സർപ്പത്തെ പോലെ അസുഖങ്ങൾ ഓടി ഒളിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇത്ര എനിക്കതിൽ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്.